രാഷ്ട്രീയത്തിലെ കോമഡി പീസായി കോൺഗ്രസ് മാറുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനവിധി എന്തുമാകട്ടെ, അധികാരം പങ്കിട്ടെടുക്കാൻ കടുപിടി കൂടുന്ന കോൺഗ്രസ് നേതാക്കളുടെ കസേര കളി ജനം ഉച്ചത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഭരണമില്ലെങ്കിലും മുഖ്യമന്ത്രി പട്ടം സ്വപ്നം കണ്ട് തമ്മിലടിക്കുന്ന ഈ കാഴ്ച കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വെളിവാക്കുന്നത്. വികസനത്തെയോ ജനക്ഷേമത്തെയോ കുറിച്ച് ചർച്ച ചെയ്യാൻ നേരമില്ലാത്ത കോൺഗ്രസ് നേതാക്കൾക്ക് കസേര മാത്രമാണ് ലക്ഷ്യം. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വഴിപാടുകളുമായി അണികൾ ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുകയാണ്. ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ കളഭം കൊണ്ട് തുലാഭാരം നടത്തി ദൈവഹിതം അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് കെ.സി. പക്ഷം. കഴിവിനേക്കാൾ കൂടുതൽ വഴിപാടുകളിൽ വിശ്വസിക്കുന്ന ഇത്തരം നേതാക്കളാണോ കേരളത്തെ നയിക്കാൻ പോകുന്നതെന്ന് ജനം ചിന്തിച്ചെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. മറുഭാഗത്ത് ക്യാപ്റ്റൻ പട്ടത്തിനായി വി.ഡി. സതീശൻ സ്ഥാനമുറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. കോഴിക്കോടും മലപ്പുറത്തും മൂവാറ്റുപുഴയിലും സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി വാഴ്ത്തി ഫ്ലെക്സുകൾ ഉയർന്നു കഴിഞ്ഞു. ഇതിനെ അണികളുടെ ആവേശമായി സതീശൻ അനുകൂലികൾ വാഴ്ത്തിയാലും ഇതെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത ഗ്രൂപ്പ് നീക്കമാണെന്ന് വെളിവുള്ളവർക്ക് മനസ്സിലാകും. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങേണ്ടത് ക്യാപ്റ്റനാണ് എന്ന പരിഹാസത്തിലൂടെ ഹൈക്കമാൻഡ് പ്രതിനിധിയായ കെ.സി. വേണുഗോപാലിനെ സതീശൻ പക്ഷം പച്ചയായി വെല്ലുവിളിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാകട്ടെ തന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ PR വീഡിയോകളും പത്രപരസ്യങ്ങളുമായി കളം നിറയുകയാണ്. ഗ്രൂപ്പ് വൈരത്തിന്റെ പേരിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് നോട്ടീസ് നൽകുന്ന അച്ചടക്ക സമിതി നാടകം കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി ഏത് നിമിഷവും സംഭവിക്കാമെന്നതിന്റെ സൂചനയാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, മറിച്ച് സ്വന്തം കസേര ഉറപ്പിക്കാൻ പരസ്പരം കാലുവാരുന്ന ഈ നേതാക്കൾക്ക് എങ്ങനെ കേരളത്തിന്റെ ഭാവി കൈമാറാൻ കഴിയും? അധികാരത്തിന് വേണ്ടി തെരുവിൽ തമ്മിലടിക്കുന്ന ഈ ത്രിമൂർത്തി രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ വികസനത്തിന്റെ രാഷ്ട്രീയവും മോദി നൽകുന്ന ഉറപ്പും മാത്രമാണ് ഏക പോംവഴി. കോൺഗ്രസ് എന്ന തകരുന്ന കപ്പലിലെ നാവികർ പരസ്പരം കടലിലേക്ക് തള്ളുന്ന കാഴ്ച കേരളം കാണുകയാണ്. മെയ് 4 ജനങ്ങൾ ഈ അധികാരക്കൊതിക്ക് കൃത്യമായ മറുപടി നൽകുമെന്നുറപ്പാണ്.